കുടി കുടിക്കാൻ കൊടുത്തില്ല കുടിക്കൂട് എന്തിറങ്ങ് എന്തിറങ്ങിക്കോ. ഹായ് ഹലോ പ്രിയങ്ങളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് മിനിയാന്നത്തെ നമ്മുടെ മൊത്തം ക്ലീനിങ്ങിൻ്റെ ബാക്കിയാണ് കേട്ടോ. കണ്ടതിൻ്റെ ബാക്കി കുറച്ചെല്ലാം കൂടെ ഉള്ളത് കിട്ടിയതെല്ലാം കൂടെ ആഡ് ചെയ്താണ്. അപ്പോൾ എൻ്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. 2 ദിവസമായിട്ട് നല്ല വെയിലൊക്കെയാണ്. അവിടെയൊക്കെ വെയിലൊക്കെ ഉണ്ടോ, മഴയാണോ? രാവിലത്തേത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ലേശം ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചിക്കന് വേഗം അത് പൊരിക്കാൻ നോക്കിയിട്ടോ. കറി വെച്ചില്ല, കുറച്ച് ചിക്കനെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ തന്നെയല്ലല്ലോ. ചേട്ടാ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തന്നെയാണുള്ളൂ. കിങ്ങിണിക്ക് ഉറക്കം തൂങ്ങിയിട്ടേ ഓൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കളിക്കുക തന്നെയല്ലേ, കളിപ്പിക്കുക തന്നെയല്ലേ. കുടുങ്ങി കുഴങ്ങി കിങ്ങിണി. അയ്യോ, കിങ്ങിണിൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നു കണ്ടോ. അതൊക്കെ തുറന്നിട്ടിട്ട് ആള് ഉറങ്ങുക തന്നെയാണ് കണ്ടോ. അവൾക്ക് വരണ്ട, അവൾ ഉറങ്ങുകയാണ് പോലും. ഞാൻ ഉറങ്ങിക്കോ കിങ്ങിണി, ഉറങ്ങിക്കോട്ടോ. എന്താണെന്നറിയാം, ഞങ്ങൾ പകല് ജോലിക്ക് പോകുന്നത് വരെ രാവിലത്തെ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആള് പുറത്ത് പോവലും ഒക്കെ കഴിഞ്ഞിട്ട് കൂട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് വരെ ഉറങ്ങുകയാണല്ലോ. അപ്പം ആൾക്ക് ഞങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് നല്ല കളിയല്ലേ. ഒരു ഉച്ചയാവാൻ 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ ഇരുന്ന് അമ്മേൻ്റെയൊക്കെ മടി കയറി ഇരുന്നിട്ട് തൂങ്ങൽ തുടങ്ങി. അങ്ങനെ അമ്മ പറഞ്ഞു, കയറിയിരിക്കടി കൂട്ടിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കൂട്ടിൽ കയറി ഇരുന്നതാണ്. പിന്നെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആൾ ക്ഷീണമുണ്ട്, ആൾക്ക് ഉറങ്ങും വേണം, ഈ ഒച്ചപ്പാട് കാണുകയും വേണം, കളിക്കും വേണം. അവസാനം കയറിയിരുന്നു. അപ്പോൾ അതിനകത്ത് അമ്മ മുരിങ്ങല ഇരിടാൻ നേരത്തെ ആ കോലൊക്കെ ഇട്ട് കൊടുത്ത് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ കളിക്കാൻ വേണ്ടി. അതുകൊണ്ടൊക്കെ തോണ്ടി കളിപ്പിച്ച് ആ കോല അവിടെ തന്നെ വെച്ചാണ് കേട്ടോ. കളിപ്പിച്ചതാണത് ശരിക്കും. കാണുമ്പോൾ ഇനി മുരിങ്ങാക്കോലും കൊണ്ട് അതിനകത്ത് കൊണ്ട് വെച്ചെന്താന്ന് വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെ അതൊക്കെ അടുപ്പത്താക്കിയിട്ട് പിന്നെ മുൻവശത്തൊക്കെ ഏകദേശം കഴിഞ്ഞു, സൈഡ് കഴിഞ്ഞു. സൈഡിലൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മണ്ണ്, നമുക്കവിടെ അധികം മണ്ണുണ്ടായിരുന്നല്ലോ. മണ്ണെടുത്തപ്പോൾ അപ്പുറത്തെ പറമ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മണ്ണ് തന്നെ ഇട്ടിട്ട് നമുക്ക് ലെവൽ ചെയ്യാനുള്ള കുറേ ഭാഗത്തൊക്കെ മണ്ണിട്ടു. മുന്നിലൊന്നും മണ്ണിട്ടില്ല, കാരണം മഴയല്ലേ. മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാലൊക്കെ കൂടി ചവിട്ടി കൂട്ടി ആകെ അങ്ങോട്ട് അള്ളിപിള്ളിയാവും കേട്ടോ. അത് കാരണം മണ്ണ് മുന്നിലൊന്നും ഇട്ടില്ല, സൈഡ് ഭാഗത്തൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പണി നടന്ന സമയത്ത് വാങ്ങിയിട്ടുള്ള ഷീറ്റുകൾ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക് ഷീറ്റുകളെ, അതൊക്കെ എടുത്തിട്ട് നമ്മൾ ആ മണ്ണൊക്കെ അങ്ങ് മൂടിയിട്ടു. ഇനി വെള്ളം മഴ പെയ്താകെ ഇതാവണ്ടെന്ന് കരുതിയിട്ട് പ്ലാസ്റ്റിക് മുൻവശത്തിൻ്റെ ഒരു സൈഡ് മുഴുവനും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഞാൻ പാത്രം കഴുകുന്ന ഏരിയയല്ലേ, അവിടെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചേക്കാം കേട്ടോ. പിന്നെ എൻ്റെ വിറക് ഞാൻ അങ്ങോട്ടിട്ട് കൊണ്ടുവന്ന് കുറച്ച് വിറക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ മഴ നനഞ്ഞ് മണ്ണും പിടിച്ച് ആകെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിറക് ഉണ്ടാക്കണം എന്നുള്ളതാണ്. വിറകുണ്ടാക്കാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ പുറം ഭാഗവും അകം ഭാഗമൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇനി ഒരു ദിവസം കിട്ടിയാലേ നമുക്ക് വിറക് ഉണ്ടാക്കാനൊക്കെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഉള്ള വിറകൊക്കെ ഞാൻ എന്ത് ചെയ്തു, തട്ടിപ്പെറുക്കിയിട്ട് നമ്മൾ അവിടെ ബേക്കിലേക്ക് പടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മുന്നിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ടായിരുന്ന പടിയില്ലേ, അത് ബേക്ക് കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പടീൻ്റെ മുകളിലേക്ക് വിറകൊക്കെ ഒതുക്കി വെച്ചു. എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവരിവിടെ അച്ഛനും ജോൾബിനൊക്കെ അവർ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ നോക്കുകയൊക്കെയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മുൻവശം മണ്ണിടണ്ട, മണ്ണിട്ടാൽ ആകെ അലമ്പാവും, തൽക്കാലം ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ മതി എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് അവർ നിൽക്കുന്നുണ്ട്. മുൻവശം കണ്ടില്ലേ, പ്ലാസ്റ്റിക് ഇങ്ങനെ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് വെച്ചാണ് കേട്ടോ. ബാക്കി ഒരുവിധം വന്ന് കൃത്യസമയത്ത് അന്ന് തന്നെ ഈ പഴയതെടുക്കുന്ന ചേട്ടന്മാരും വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു, നമ്മൾ വീട്ടിൽ അത്യാവശ്യമുള്ള നമ്മൾ മാറ്റി വെച്ചതും പൊട്ടിയതുമായ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. ആ ഫ്രിഡ്ജിൻ്റെ മാത്രം കൊടുക്കാൻ ആദ്യക്കൂടെ സമ്മതിച്ചില്ല കേട്ടോ. കാരണം ആദ്യക്കൂടെ മീൻ വളർത്താനാണെന്ന് പറഞ്ഞാൽ ആദ്യക്കൂടെ അതവിടെ വെച്ചു. അപ്പം മുൻവശത്ത് ചാരി വെച്ചിട്ടുണ്ടായിരുന്നുള്ള ആസ്പെറ്റോസൊക്കെ രാവിലെ തന്നെ എടുത്ത് നമ്മൾ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സൈഡിൽ വെച്ച ആസ്പെറ്റോസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ പിടിച്ച് മുകളിലേക്ക് കൊടുത്തു. മോനുസാണ് മുകളിൽ നിൽക്കുന്നത്, ഞങ്ങൾ താഴേന്ന് അവനങ്ങോട്ട് പൊന്തിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ എന്താ പറയുക, മുൻവശമൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിൽ കണ്ടില്ലേ, ആ കുറച്ച് വിറക് അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ പഴയ ഷെഡിൻ്റെ വാതുക്കട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ, നമ്മളും പഴയ പിന്നെ ഷെഡിന് വേണ്ടിയിട്ട് വാങ്ങിയ വാതുക്കട്ടിലാണ്. അങ്ങനെ ആർക്കെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പോൾ ഒരു 1-2 പേര് വന്ന് നോക്കി. പക്ഷെ അത് അത്ര എന്താ പറയുക, വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ടുപോയില്ല. ഒരു കൂട്ടർ വന്നിട്ട് ഒരു കട്ടില കൊണ്ടുപോയി.
അങ്ങനെ ഇനി ബാക്കി 3 വാതിൽക്കട്ടിലേയും കൂടി ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് ചോദിച്ചാൽ നമ്മളവിടെ വെച്ചാണ്. അല്ലെങ്കിൽ പിന്നെ അത് പൊട്ടിച്ച് കളയണം. അപ്പം ഇതുപോലെ ഇപ്പോൾ ഷെഡൊക്കെ കെട്ടാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളടുത്തും ഈ പറയുന്ന പോലെ 3 വാതിൽക്കട്ടിലുണ്ട്. അപ്പം നമ്മൾ അത് അങ്ങനെ പറയുകയല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടൊക്കെ ചെയ്ത് ഒപ്പിച്ച് കൊണ്ട് പോകാനും ഒരു ഷെഡ് കെട്ടാനൊക്കെ പറ്റുന്ന വാതിൽക്കട്ടിലാണ്. അപ്പോൾ അതെന്ത് ചെയ്തു, അതിങ്ങനെ ചാരി വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അതൊന്ന് എനിക്ക് കിടത്തി 4 കല്ലിൻ്റെ മുകളിൽ വെച്ച് തരാം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി വെക്കാം. എന്നാൽ പിന്നെ എനിക്ക് അതിൻ്റെ മുകളിൽ വിറക് അടുക്കി വെക്കാമല്ലോ, പടി ഒഴിവാക്കാം. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് വാതിൽക്കട്ടിൽ അവിടെ നിവർത്തി അവിടെ വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി. ഇനി അവിടെ കുറച്ച് നല്ല മണ്ണുണ്ട്. ആ മണ്ണ് അച്ഛൻ കൊത്തുന്ന കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കൊത്തി നല്ല മണ്ണാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛേ ആ മണ്ണ് ഞാൻ ചാക്കിലോ ബക്കറ്റിലോ ആക്കി വെച്ചോളാം, ആക്കി എന്തെങ്കിലും നടാന്നൊക്കെ പറഞ്ഞിട്ടേ ഞാനത് അവിടെ വെച്ചു. അപ്പോൾ മോനുസിൻ്റെ കൈ എന്തോ ചെറുതായിട്ടൊന്ന് മുറിണ്ട്. അപ്പോൾ അവന് എന്തോ ഇലയൊക്കെ പിന്നെ കാന്താരി മുളകിൻ്റെ ഇലയുണ്ട്, അവന് തിരുമ്പി കൊണ്ട് തേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എടാ എൻ്റെ കുട്ടിക്ക് എരിയടാന്ന് പറഞ്ഞപ്പോൾ ഇല്ലടി എരിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ട് തേക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ തൊലി നീങ്ങിയിട്ടേ ഉള്ളൂ കാര്യം. അങ്ങനെ പിന്നെ എന്താ പറയുക, അമ്മയാണ് ഇതൊക്കെ വീഡിയോ പിടിച്ചിരുന്നത്. അപ്പോൾ അമ്മേനോട് ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറേ ഞങ്ങൾ ചിരിച്ചു വിട്ടു. അന്ന് എന്തായിരുന്നു, അയ്യോ ഈ സമയത്താണ് എന്തോ വലിയ എന്താണെന്നറിയോ, അച്ഛൻ പറയുകയാണേ, അച്ഛൻ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുമ്പോഴേ അമ്മ ഇങ്ങനെ പറയും, എപ്പം നോക്കിയാലും 24 മണിക്കൂർ ഫോണിലാണ്, 24 മണിക്കൂർ ഫോണിലാണ് എന്നിങ്ങനെ. അപ്പം ഇപ്പോൾ അമ്മയ്ക്ക് ഫോൺ വാങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ. അപ്പോൾ അമ്മ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അമ്മ വേഗം പണി തീർക്കും. വേഗം പണി തീർത്തിട്ട് അച്ഛൻ പറയുകയാണെ അമ്മ ഫോണും വെച്ച് അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് അച്ഛൻ പറയാ, മോളെ നമ്മളെ വീട്ടിൽ കേൾക്കാൻ മാത്രമൊന്നുമല്ല അടുത്ത വീട്ടിൽ കേൾക്കും. അമ്മാതിരി ചിരിയാന്ന്, കോമഡിയൊക്കെ കണ്ടിട്ടേ ഇരുന്ന് ചിരിക്കുമെന്ന്. എന്നിട്ട് അച്ഛൻ ഒരു കഴിഞ്ഞ ദിവസം കണ്ട് അമ്മ ചിരിക്കുന്ന കണ്ടിട്ട് അച്ഛനടക്കം ചിരിച്ചു പോയി. അച്ഛൻ ഹാള് കുത്തിയിരുന്ന് അച്ഛൻ ചിരിക്കുകയാണ്, അമ്മ അതുപോലത്തെ ചിരിയാണ്. അപ്പം രാവിലെ എഴുന്നേറ്റിട്ട്, അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീക്കാമെന്നും വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം ഫോണും കണ്ട് കിടന്നാന്ന് പറഞ്ഞിട്ടോ. ആ കിടന്ന സമയം പോയത് അമ്മ അറിഞ്ഞേ ഇല്ല. അങ്ങനെയൊക്കെ ഓരോ തമാശ പറഞ്ഞ് ഞങ്ങൾ കുറേ ചിരിച്ചു. അത് പറയുന്ന ഒരു പ്രത്യേക ഇതുണ്ടല്ലോ, അത് ഭയങ്കര കുറേ ഞങ്ങൾ ചിരിച്ചു കേട്ടോ. അങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങി. ആദ്യക്കൂട്ടന് ഭയങ്കര സങ്കടമുണ്ട് കേക്ക് മുറിക്കുന്നതിന് മുമ്പ് പോണതിന്. പക്ഷേ അമ്മയ്ക്ക് അയൽക്കൂട്ടം ഉള്ളതുകൊണ്ട് അയൽക്കൂട്ടം കൂടുന്നതിന് മുമ്പ് എത്തണം. അതുമല്ല അയൽക്കൂട്ടം അന്ന് വീട്ടിൽ വെച്ചിട്ടായിരുന്നു അയൽക്കൂട്ടം, അതുകൊണ്ട് വാങ്ങിയിട്ടൊന്നുമില്ല കേക്ക്. പിന്നെ എന്തായാലും അയൽക്കൂട്ടത്തിന് മുമ്പ് എത്തേണ്ടതുകൊണ്ട് നിങ്ങൾ മുറിച്ചോളിയെന്ന് പറഞ്ഞ് അച്ഛനതാ പോണു, അമ്മയും പോയി. എന്ത് കാള? അയ്യോ അമ്മേൻ്റെ ചെരുപ്പ് ഞാൻ എടുത്തോണ്ടേ ഇനി ഒരു ടച്ചിന് പണിയുണ്ട് അകത്ത് അടുക്കളയിൽ. നോൾബിൻ പോയോ? അവൻ അവിടെ എത്തി വണ്ടീൻ്റെ അടുത്ത്. ആ കേറൂല, എന്നാ അവിടെ വെക്ക്, ഞങ്ങൾ അത് ബൈക്കുമ്പോൾ കെട്ടി കൊണ്ടുപോയിക്കോളാം. ഇത്രയും ബേക്ക് വശമൊക്കെ അയ്യോ ചളിയല്ലേ മോളെ? ഇല്ല അമ്മേ, അത്ര ചളി അങ്ങനെ ഇട്ടിങ്ങോട്ട് അതിൽ കയറാൻ പറ്റുമോ? ചെരുപ്പ് അമ്മ ഒരു ഇതാക്കി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടുവിൻ്റെ സൈക്കിള് നാളെ ഒരു സൈക്കിൾ വാങ്ങിയെന്നില്ല, അത് കുറച്ച് ദിവസം ഉപയോഗിച്ചപ്പോഴത്തേക്കും പറ്റ കേടായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് അവരോട് പോകുന്ന വഴി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുമെന്ന് ചേട്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പോകുമ്പോൾ ആ കാറിൻ്റെ ഡിക്കയിൽ എടുത്തിട്ട് മതി. പക്ഷേ കാറിൻ്റെ ഡിക്കയിൽ കയറുന്നില്ല. അപ്പോൾ പിന്നെ കയറൂല്ലെങ്കിൽ ഞാൻ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു, ഞങ്ങൾ ബൈക്കിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് അങ്ങനെ എല്ലാം കഴിഞ്ഞത് അമ്മ പോകുന്നത് അമ്മേൻ്റെ ചെരുപ്പിലൊക്കെ ചളി. അപ്പം ഇനി അത് കഴുകി കഴിഞ്ഞാൽ ഒന്നുകൂടെ ചളിയാവുള്ളൂ, മൊത്തം അടിയിലൊക്കെ മണ്ണ് പിടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ കവർ തരാൻ. അമ്മ കാറ് കയറിയിട്ട് ചെരുപ്പ് ഊരി കവറിലിട്ട് പിടിച്ചാൽ മതി, അവൻ്റെ വണ്ടിയിൽ ചളിയാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കിങ്ങിണീനെ കിങ്ങിണീനെ കാറ് കയറ്റാൻ വേണ്ടിയിട്ട് ആ മോനൂസ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പം അതിനകത്ത് കയറ്റി ഇട്ടിട്ട് അതിനൊരു കൂസലും ഇല്ല, അതിനകത്ത് കയറിയിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ കിങ്ങിണീനെ നമുക്ക് കൊടുത്തു വിടാമെന്നാണ്. അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടിയുള്ള, അമ്മ ഈ പറഞ്ഞ പോലെ പണിക്ക് പോകണമല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇവളെയും കൂടി നോക്കാനാവില്ല എന്നും പറഞ്ഞ്
പിന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് അമ്മയ്ക്ക്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ്, എന്തായാലും ഒരാൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ പകലില്ലെങ്കിൽ ഉച്ചയ്ക്ക് വരുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ അച്ഛൻ അവിടെ ഉണ്ടാവും. എന്നാലും അകത്തൊക്കെ അപ്പിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാവും, മടുപ്പായിപ്പോവും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞോട്ട് നമ്മളെ പണി അവരെല്ലാവരും പോയി. ഇനി നമ്മുടെ പണികളാണ് ബാക്കിയുള്ളത്. അപ്പോഴത്തേക്കും കൂടു ഒരു ഉറക്കം ഉറങ്ങിയിരുന്നു. അമ്മച്ചനും അമ്മമ്മയൊന്നും പോയത് കൂടു കണ്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ അയൽക്കൂട്ടത്തിന് പോകാനുണ്ട്. അപ്പം ഞാൻ വേഗം കുടുവിന് മരുന്ന് കൊടുത്തു. എന്നിട്ട് പൊടിയരിക്കഞ്ഞി ഒന്നുകൂടെ കുടിപ്പിച്ച്, ഒരു ഗ്ലാസ് പൊടിയരിക്കഞ്ഞിയും കൂടെ കുടിപ്പിച്ച് മരുന്നും കൊടുത്തു. എന്നിട്ട് പിന്നെ മേലെ ഒന്നുകൂടെ നനച്ച് തുടച്ച്, ചൂടുണ്ട് മേലെ, അപ്പം ഒന്നുകൂടെ നല്ലപോലെ നനച്ച് തുടയ്ക്കാമെന്ന് കരുതിയേ. നമ്മളെ മുന്നിലും സൈഡിലും 2 സൈഡൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇത്ര ചെയ്യാൻ പറ്റുമെന്ന് കരുതി. കാരണം വാർക്കപ്പുറത്ത് ഒരുപാട് ഇതുണ്ടായിരുന്നു. വാർക്കപ്പുറം മുതൽ വീടിൻ്റെ 4 ഭാഗവും കൈ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുടു കിങ്ങിണി മോനുസിനെ വിട്ട് ഓടിപ്പിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എപ്പോഴാണ് 11 മണി, എപ്പോഴാണ് മരുന്ന് കൊടുത്ത് 12 മണിക്കായില്ല. 12 മരുന്ന് കൊടുക്കാല്ലേ. അമ്മ മെല്ലെ തുടയ്ക്കാം. കുടുവിൻ്റെ കണ്ണിൻ്റെ മോൻ്റെ ആരാ വിളിക്കുന്നത് നോക്കിക്കേടാ. അമ്മ വേഗം അയൽക്കൂട്ടം കൂടിയിട്ട് വരാം കേട്ടോ. അയൽക്കൂട്ടം കൂടിയിട്ട് വേഗം. അയ്യോ, പനിക്കുമ്പോൾ അങ്ങനെ പോകാൻ പറ്റൂല. 5 മണി കഴിഞ്ഞോ സമയം. എൻ്റെ മോൻ്റെ ഇനി 1 മണിന്ന് തുടങ്ങി ക്ലീനിങ് ഉണ്ടടാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാടാ കുട്ടിക്ക് ഒരു കേക്കെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേടാ? കുടു പിന്നെ ഉറങ്ങിയോടാ? കണ്ണു തുറന്ന് നടക്കുക. തൊട്ടുമൊക്കെ ചൂട് വന്നോന്ന് വരുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ അമ്മന് പൊന്നേ, ആ തലാണയൊക്കെ മാറ്റാനായിന്. തലാണേൻ്റെ കവറ് പോയല്ലോടാ. അതിന് കവർ അടിക്കണം. ഞാനൊന്ന് അടിച്ചു വരട്ടെ. അമ്മ ഒന്ന് അടിച്ചു മാറ്റടാ. എടാ, ഈ വയർ ഇവിടുന്ന് ഊരാനായില്ല അല്ലേ മോറ്റാ? അടിച്ചു മാറ്റടാ. മുഴുവൻ മണ്ണാണ് കൂടോ. അങ്ങനെ പിന്നെ ആദ്യക്കൂടെ അപ്പത്തേക്കും കളിക്കാനൊക്കെ പോയി, ഫുട്ബോൾ കളിക്കാൻ പുറകിൽ പറമ്പിലേക്ക് പോയിട്ടോ. പിന്നെ മോനുസ് എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞ മോറ്റാക്ക് ഒരുപാട് പണികളുണ്ട്, നിൽക്കുകയാണെങ്കിൽ എനിക്കൊരാക്കമായി എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. പക്ഷെ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പുറത്തെ പണികളിലെല്ലാം അവൻ ആദ്യം തൊട്ടേ കൂടിയിട്ടുണ്ട്. അവനെ വീഡിയോയിലൊന്നും അധികം കിട്ടിക്കാണൂല. മണ്ണ് കൊത്താനും പിടിച്ചു കൊടുക്കാനും ഒക്കെ ഉണ്ട്. പിന്നെ അമ്മയും ആദ്യക്കൂട്ടനൊക്കെ വല്ലപ്പോഴും അവരെ പിടിച്ചു വെച്ചു എന്നല്ലാതെ നമ്മൾ ആദ്യം തൊട്ടേ ഒന്നും വീഡിയോ പിടിച്ചിട്ടില്ല. ഞാൻ തീരെ വീഡിയോ പിടിക്കാൻ അധികം പുറത്തോട്ട് പോയില്ല. കാരണം നമ്മൾ ഇങ്ങനെ പണികളിലാവുമ്പോഴേ, പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അവരും പണിയെടുക്കുക, ഞാനും പണിയെടുക്കുക. അതിൻ്റെ ഇടയിൽ നമ്മളെ അടുക്കളയിലെ കാര്യങ്ങൾ മുടങ്ങി പോകില്ലോ എന്ന് കരുതിയിട്ടാണ്
അവരുള്ള സമയത്തും അധികം വീഡിയോ പിടിക്കാൻ പറ്റാതെ പോയത്. പിന്നെ ആദ്യകൂട്ടനെ അമ്മമ്മേനെ കേൾപ്പിക്കുമ്പോൾ അവർ കുറേശ്ശൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് കഴിച്ചിലായതാണ് കേട്ടോ. പിന്നെ സ്റ്റാൻഡിലൊക്കെ ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി വെച്ചിട്ടങ്ങ് പോരും. അങ്ങനെയൊക്കെ കിട്ടിയതെല്ലാം കൂടി ആഡ് ചെയ്താണ് ഞാൻ ലോങ് വീഡിയോ ആക്കിയത് കേട്ടോ. പിന്നെ മോനസ് ശരിക്കും മടുത്തിട്ടുണ്ട്, ആദ്യകൂട്ടനും അതുപോലെ തന്നെ മടുത്തിട്ടുണ്ട് എല്ലാവരും. അങ്ങനെ പിന്നെ അവന് ഏതായാലും കളിക്കാൻ പോയി. മോനസ് പോയില്ല. മോനസ് സ്റ്റെപ്പിൻ്റെ മോൾ ഭാഗം അവൻ അടിച്ചു തന്നു. പിന്നെ ബാക്കി ഞാനെല്ലാം ഒന്ന് അടിച്ച് മൊത്തത്തിൽ അടിച്ചെടുത്തു. എന്നിട്ട് നല്ല പൊടിയുണ്ട്. ഇങ്ങനെ നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അതിൻ്റെ ഇടയിൽ തലേ ദിവസത്തെ വയറിങ്ങിൻ്റെ കുറച്ച് ചെയ്യുന്നതും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തൽക്കാലം എന്ത് ചെയ്തു, പെയിൻറ്റ് ഇപ്പോൾ ചെയ്യലേ ഇല്ല. ഇപ്പോൾ ചെയ്യാൻ സമയം കിട്ടലില്ല കേട്ടോ. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവുള്ളപ്പോഴോ കുറേശ്ശെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എടുത്തൊരു ബക്കറ്റിലാക്കിയിട്ട് ആ കോണിക്കൂടിൻ്റെ അടിയിൽ തന്നെ വെച്ചാണ് കേട്ടോ. അങ്ങനെ ഹാളും അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വന്നതിന് ശേഷം അപ്പം തന്നെ പകുതി ആശ്വാസമായി. പിന്നെ ഇനി അടുക്കളയാണുള്ളത്. അപ്പോഴത്തേക്കും മോനസ് എന്ത് ചെയ്തു, അവരെ ഡ്രസ്സുകളെല്ലാം എടുത്തിട്ട് അലക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അലക്കാനുള്ള തുണി അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടേതായ ഡ്രസ്സുകളെല്ലാം അവനെടുത്ത് കഴുകി. പിന്നെ ഞാൻ വേഗം പാത്രങ്ങൾ കഴുകി അടുക്കള വൃത്തിയാക്കിയതിന് ശേഷം ഇറങ്ങാൻ അലക്കാനെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ ആദ്യകൂട്ടൻ അതുവരെ ഒന്നുമില്ല, അവനങ്ങനെ ഇന്നത് വേണം, ഒരു ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നടന്നില്ല കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മളിപ്പോൾ അങ്ങനെ ശീലങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും മക്കളെ മനസ്സിലാഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവനൊരു ബുക്ക് വാങ്ങിക്കൊടുത്തു. അത് ഇന്നലെ കേട്ടോ വാങ്ങിക്കൊടുത്തത്. ഞായറാഴ്ച അന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ല. വായിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഒരു അറേബ്യൻ കഥ പോലത്തെ ഒരു നോവൽ, ഒരു ബുക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അവൻ്റെ കൂട്ടുകാർക്ക് സ്കൂളിലേക്ക് ഞാൻ കുറച്ച് മിഠായി, അവൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്ക് എത്തുന്ന രീതിയിൽ കുറച്ച് മിഠായി വാങ്ങിക്കൊടുത്തു. പിന്നെ അവന് സ്പെഷ്യലായിട്ട് അന്ന് രാത്രി വാങ്ങിയത് എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ലാസ്റ്റ് കാണാം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ അത് ആ സമയത്ത് അങ്ങനെ കണ്ടപ്പം ഒരവസ്ഥയാണത്, പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടോളി, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നല്ല, പറഞ്ഞറിയിക്കുന്നില്ല, കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അടുക്കളേൻ്റെ ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞ് ഏകദേശം. അപ്പോൾ ഓരോന്നായിട്ട് തീർക്കുമ്പോൾ ഒരു ഭയങ്കര ആശ്വാസമാണല്ലേ നമുക്ക്. ഇവിടെയൊക്കെ എടുത്തു വെക്കാനുണ്ട്. മിക്സി ഞാനൊരു തുണിയിട്ട് മൂടിയിട്ടാണ് കേട്ടോ. എൻ്റെ 10-15 വർഷം, അതായത് മോനൂസിനെ പ്രഗ്നൻ്റ് ആയ സമയത്തേ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുണ്ടാവുമല്ലോ, ആ സമയത്ത് വീട്ടിൽ നിന്ന് എനിക്ക് അന്ന് തറവാട്ടിലാണ്. അപ്പോൾ അന്ന് തന്നിട്ടുള്ള മിക്സിയാണ് കേട്ടോ അത്. ആ മിക്സി ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിൻ്റെ പിടിയൊക്കെ നമ്മളിങ്ങനെ റഫായിട്ട് ഉപയോഗിച്ചിട്ടേ, ഇപ്പോൾ ഷെഡിലായിരുന്നപ്പോൾ അവിടെ വെക്കും, കുറേ മഴയത്ത് അവിടെ അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ പിടിയൊക്കെ ഒരു ബ്ലാക്ക് കളർ വന്നു പോയിട്ടുണ്ട്. പിന്നെ ബ്ലേഡൊക്കെ തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മിക്സി നല്ല മിക്സിയാണ് കേട്ടോ. ഞാൻ വിചാരിക്കും ഇത്രയും വർഷം ഇത്രയും വലിയ ഒരു 1-2 വട്ടം ചെറിയ കേട് വന്നിട്ടുള്ളൂ. എന്നാലും ബുദ്ധിമുട്ടില്ലാതെ അരച്ച് പോകുന്നുണ്ട്. എന്തോരം അരി അരയ്ക്കുന്ന, എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ് അവിടെ തുണിയിട്ട് മൂടി വെച്ചേക്കണത്. പിന്നെ കിണ്ടി ഉണ്ട് അവിടെ, എവിടെ മുന്നിലൊക്കെ കൊണ്ടുപോയി വെക്കണം, അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നിലേക്ക് എത്തിയിട്ടില്ല. കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വെക്കലുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പണി തുടങ്ങിയപ്പം ഒക്കെ നിർത്തിയതാണ് കേട്ടോ. ഇനി എല്ലാം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ പിന്നെ അലക്കിയിടാനുള്ള തുണി കൂടെ ഞാൻ ഓടിപ്പിടിച്ച് അലക്കിയിട്ടോ. അപ്പോഴത്തേ സമയം 6 മണി 6:30 ആവാനായി, വിളക്ക് എത്തിക്കുന്ന സമയമായിട്ടോ. 6:30 ആയപ്പോഴത്തേക്കും കുളിയൊന്നും കഴിഞ്ഞില്ല, ഒരു രക്ഷയില്ല, എല്ലാവരും പണിയിൽ തന്നെയാണ്. പിന്നെ വിളക്ക് കത്തിക്കൽ അന്നും മുടങ്ങി. പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഏതായാലും അലക്കി നനഞ്ഞല്ലേ വേഗം മൊത്തത്തിൽ അങ്ങ് തുടച്ചിടാം, വേഗം തിണ്ണ തുടച്ചിട്ടെങ്കിലും വിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോൾ കണ്ടില്ല, ഇരുട്ടാണ് കേട്ടോ. 7 മണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ നിന്നില്ല. തിണ്ണ തുടച്ചിട്ടിട്ട് ഞാൻ ലൈറ്റ് ഇട്ടു. പിന്നെ മൊത്തം അകവും പെരയും കൂടെ മൊത്തം തുടച്ചങ്ങ് ഇടാമെന്ന് കരുതിയിട്ടോ. ആദ്യകൂട്ടനും മോനൂസും അതിൻ്റെ ഇടയ്ക്ക് അലക്ക് കഴിഞ്ഞപ്പം മോനൂസിൻ്റെ ഡ്രസ്സെല്ലാം അവർ അലക്കി കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവൻ തോട്ടിൽ പോയി. ആദ്യകൂട്ടൻ്റെയും മോനൂസിൻ്റെയും അവൻ അലക്കിയിട്ടോ. പിന്നെ കുറച്ച് എൻ്റെ ഡ്രസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, കുടുവിൻ്റെതും അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അലക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ തുടയ്ക്കാൻ നോക്കി. അതിൻ്റെ മുമ്പായിട്ട് അവർ തോട്ടിൽ ചാടാൻ പോയി. കുറച്ച് നേരമൊക്കെ തോട്ടിൽ ചാടി ആഘോഷിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ കയറി വന്നിട്ട് തോട്ടിലെ വെള്ളത്തിൽ മാത്രം കുളിക്കാൻ, അതായിരുന്നു അത്ര നല്ല വെള്ളമല്ല, മുകളിൽ നിന്നൊക്കെ പല വീടുകളിൽ നിന്ന് വേസ്റ്റ് വരുന്നതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം. അപ്പോൾ പിന്നെ ഒരു പേടിയാണേ, അപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടേ. അത് കാരണം ആ വെള്ളത്തിൽ കളി കഴിഞ്ഞിട്ട് നമ്മൾ അലക്കുന്ന തോടാണ് കേട്ടോ, നമ്മൾ പണ്ടൊക്കെ അലക്കിക്കൊണ്ടിരുന്ന തോടാണ്, തോട്ടിലേക്ക് പോകാൻ തുടങ്ങിയില്ല.
ഇടയ്ക്കൊന്ന് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് വെള്ളം ആകുമ്പോഴത്തേക്കും. അങ്ങനെ മുനുസ് വീട്ടിൽ വന്ന് ഒരു രണ്ടാമത്തെ കുളിയും കഴിഞ്ഞു. ഞാൻ ആദിക്കുട്ടനോട് കുളിക്കാൻ ഞാൻ പറഞ്ഞു. കുടുവിനെ കുളിപ്പിച്ചിട്ടില്ല, കുടുവിനെ ഇടയ്ക്കിടയ്ക്ക് നനച്ച് തുടയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാത്രി പിന്നെ ആദിക്കുട്ടൻ്റെ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് കുടുവിനെ ഒന്ന് മേല് കഴിച്ചു വിട്ടു ഇളം ചൂടുവെള്ളത്തിൽ. അങ്ങനെ ഒരു തുടയും കൂടെ അങ്ങ് പാസ്സാക്കിയപ്പോൾ ഒരു ഭയങ്കര തൃപ്തിയായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാം കഴിഞ്ഞ് ചുറ്റിനും പുറവും അകവും വീടിൻ്റെ ഉള്ളും പുറമൊക്കെ ഒരുപോലെ ഒന്ന് നമ്മൾ വിചാരിച്ച പോലെ ഇപ്പം എല്ലാം ഒന്നും മാറ്റി വെക്കാനുള്ള സ്പേസ് ഇല്ല. ഒന്നും ഉള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് വൃത്തിയാക്കലേ നടക്കുള്ളൂ. നമുക്കുള്ളത് 5 സെൻറ്റ് സ്ഥലമല്ലേ, അപ്പോൾ വീടിൻ്റെ ചുറ്റിനുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കണം. കുറേയൊക്കെ ആ മതിലിൻ്റെ മുകളിലാണെങ്കിൽ അതൊക്കെ മാറ്റി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നന്നാക്കിയ സമയത്ത് അവിടെ വെച്ചു എന്നുള്ളൂ. ഇനി എൻ്റെ ആ ഭാഗം ബാക്ക് വശം ഇനി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വിശപ്പിൻ്റെ വിറയെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പിൻ്റെ വിറ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അടുക്കളയിൽ വന്നിരുന്ന് രാവിലെ വാങ്ങിയതിൻ്റെ ഏകദേശം ബ്രെഡ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറി ആയിരുന്നെങ്കിൽ സുഖമായിരുന്നു, കറി കൂട്ടി അങ്ങ് തിന്നായിരുന്നു. കറിയല്ല പൊരിക്കുകയല്ലേ ചെയ്തത്, അത് കൃത്യം അത് ഉച്ചയ്ക്ക് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ ബ്രെഡ് അമ്മ പോവാൻ നേരത്ത് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയമായപ്പോഴത്തേക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചായ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലൊഴിച്ച ചായ കുറച്ച് ബാക്കിയുള്ളത് അമ്മ മക്കളൊന്നും കുടിക്കാത്തതുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതെല്ലാവരും കൂടി ഈ ഔൺസ് കണക്കിന് ഒഴിച്ച് താൽക്കാലിക ആശ്വാസം കണ്ടെത്തിയെന്ന് വേണം പറയാൻ. എല്ലാവർക്കും വിശന്നിട്ട് വയറുവേദനയോ വേറെയൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ തിന്നാൻ ഈ പറഞ്ഞ പോലെ ചോറിന് പിന്നെ കറി അമ്മ കൊണ്ടുവന്ന സാമ്പാർ ലേശം ബാക്കിയുണ്ട്. പിന്നെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് സാമ്പാർ മാത്രം കൂട്ടി തിന്നായിക്കൊന്നുമല്ല. അപ്പോൾ ചോറ് വേണ്ട, അപ്പോൾ ചോറ് തിന്നാൻ തോന്നുന്നില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, വിശക്കുന്നുണ്ട് പക്ഷെ ചോറ് തിന്നാൻ തോന്നുന്നില്ല, വേറെ എന്തോ ഒന്ന് തിന്നണം തോന്നുന്ന സമയം ഉണ്ടാവില്ലേ, ആ ഒരു സമയമായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബ്രെഡ് എന്ത് ചെയ്തു, ആളാൻ വീതം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നുള്ളിപ്പറിച്ച് ബ്രെഡ് തിന്നു. കൂട്ടത്തിൽ കുറേ വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പണ്ട് ഞങ്ങളെ കുഞ്ഞ് ഷെഡിലായിരുന്ന സമയത്തെ, അന്ന് ആദ്യക്കൂട്ടം കുഞ്ഞായിരുന്ന സമയത്ത് കേട്ടോ, കുടു ഉണ്ടായിട്ടില്ല, ആദ്യക്കൂട്ടം കുഞ്ഞായിരുന്ന സമയത്ത് ഇവരെല്ലാവരെയും ബർത്ത്ഡേക്ക് ഞാനായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടാക്കലേ. അപ്പം കേക്ക് ഉണ്ടാക്കുമായിരുന്നു, ഞാൻ കുക്കറിൽ വെച്ച് ഉണ്ടാക്കും, ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ക്രീമൊക്കെ വെച്ചിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കഥയൊക്കെ പറയുന്നു. വാഞ്ചോ കേക്ക്, അതുപോലെ ഡ്രീം കേക്കൊക്കെ ഞാൻ പാത്രത്തിൽ ഡ്രീം കേക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഓരോ അനുഭവങ്ങൾ, ഓരോ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ കുറേ നേരം ഷെയർ ചെയ്തു. അപ്പോൾ ആദ്യക്കൂട്ടന് തിന്നതൊന്നും ഓർമ്മയില്ല. അയ്യോ ആ കേക്ക് ഞാൻ തിന്നിട്ടില്ലല്ലോ അമ്മ, എനിക്ക് തന്നിട്ടില്ല, ഒക്കെ അവൻ ചോദിക്കണത് കേട്ടോ. അവൻ്റെ ബർത്ത്ഡേക്ക് മുറിച്ച കേക്ക് പോലും അവന് ഓർമ്മയില്ല. ഞാൻ ഉണ്ടാക്കുമ്പോൾ കേക്കിന് വലിയ കുഴപ്പമൊന്നും വന്നിട്ടില്ല, പക്ഷേ അതിൻ്റെ ഡെക്കറേഷനൊന്നും അത്ര അടിപൊളിയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഡെക്കറേഷനൊക്കെ ഒരു എന്താ പറയുക, അതുപോലെ ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. ക്രീം തേച്ച് വരുമ്പോഴേ കൈകൊണ്ട് തന്നെ ചട്ടകോ കത്തി വെച്ചിട്ടായിരുന്നു ഞാൻ തേക്കൽ. ഞാൻ അങ്ങനെ കേക്ക് ഉണ്ടാക്കിയിട്ട് 2 പേർക്കെങ്ങാണ്ട് കൊടുത്തിട്ടുമുണ്ട്. പൈസ അല്ലാതെ സാധാരണ പൈസയ്ക്ക് വിറ്റിട്ടുമുണ്ട് ഞാൻ കേക്ക് കേട്ടോ. അത് പിന്നെ അങ്ങനെ കൊടുക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം മാക്സിമം ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല, എന്താണെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ കൈ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കഥകളൊക്കെ പറഞ്ഞു നിന്ന് ഒരാശ്വാസമായി എല്ലാവർക്കും. ഒരു വെള്ളവും ചായയൊക്കെ എത്തിച്ചെന്നപ്പം എല്ലാം കഴിഞ്ഞ്, അപ്പോൾ ഞാൻ പിന്നെ വേഗം മോനസിനോട് പറഞ്ഞാൽ അമ്മ ഒന്ന് കുളിക്കട്ടെ, അത് പുറത്ത് വന്നൊന്ന് വീഡിയോ പിടിച്ച് നോക്കി. അപ്പോഴാണ് സ്റ്റെപ്പിൻ്റെയൊക്കെ സൈഡൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഞാൻ മുൾഭാഗം മാത്രം തുടച്ച് പോയിട്ടുള്ളൂ. സൈഡിലൊക്കെ മണ്ണ് പിടിച്ചതും തറേൻ്റെ സൈഡിലൊക്കെ മണ്ണ് പിടിച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അതിന് സമയം കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്നിനി വൈകുന്നേരം എന്തിനൊക്കെ സമയം കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ലോങ് വീഡിയോ പിടിക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. നാളെ രാവിലെ നമ്മൾ അടുപ്പിൽ കത്തിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പ്രിയങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരെയും ഞാൻ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നനയാതെ ചോരാതെ ആയത്. അപ്പോൾ ഇവിടത്തേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വരാം. നാളത്തെ പരിപാടി നമ്മളൊരു പരിപാടിയാണെന്നേ ഇല്ല, ഒരു പരിപാടിയായിട്ട് വെച്ചിട്ടേ ഇല്ല. നമ്മൾ ആ ചടങ്ങ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ പറയുക, നമ്മൾ അടുപ്പ് കത്തിക്കുന്നു, അതങ്ങോട്ട് കഴിയുന്നു, അത്ര മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, വേഗം കുളിച്ച് മാറ്റി. അപ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ. 8-8:30 കഴിഞ്ഞു, 9 മണി ആവാനായി. വേഗം ആദ്യക്കൂട്ടനെയും കൂട്ടിയിട്ട് പോയി കേക്ക് വാങ്ങാൻ വേണ്ടി. അവൻ പറഞ്ഞു അവന് വൈറ്റ് ഫോറസ്റ്റ് മതിയെന്ന് കേട്ടോ. എന്തായാലും പിന്നെ ഏതായിരുന്നു വാങ്ങിയത്, 500 1/2 കിലോൻ്റെ കേക്കാണ് ഞങ്ങൾ വാങ്ങിയത്.
ബട്ടർ സ്കോച്ചിൻ്റെ അത് 400 രൂപ ഒരു കേക്കിന് കേട്ടോ. അങ്ങനെ ആ കേക്ക് വാങ്ങാൻ വേണ്ടി അവിടെ നിന്നപ്പോഴാണ് അവൻ എന്തോന്ന് വർത്താനം പറഞ്ഞിങ്ങനെ നടന്നപ്പോൾ അവൻ്റെ കാല് ഞാൻ ശ്രദ്ധിച്ചത്. വീഡിയോ ഓൺ ആയിരുന്നത് കൊണ്ടാണ് അത് കിട്ടിയത്. അപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ചെരുപ്പ് വിട്ട് വാങ്ങാൻ പോയപ്പോൾ അവർ തുന്നിച്ചിട്ട് അത് മതിയെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് പിന്നെ തുന്നിയ ചെരുപ്പ് പൊട്ടിയത് നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. ആ പൊട്ടിയ ചെരുപ്പ് ഇട്ടിട്ടാണ് ആൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അവൻ വേഗം ഞാൻ പൊട്ടിയോടാ ചെരുപ്പ് എന്ന് വെച്ചപ്പോൾ ഞാൻ വേഗം കാല് പിന്നോട്ട് എടുത്തിട്ട് അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, നേരെ ഒരു കടയെ കൂടിയുള്ളൂ, ബാക്കി കടകളൊക്കെ ഏകദേശം അടച്ചിട്ടുണ്ട്. ഈ ഒരു കടയെ അടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ. അവർ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓടിപ്പോയി കേക്ക് വാങ്ങിയ നേരെ കടയിൽ പോയി. വലിയ മോഡൽ വേണോ? എനിക്ക് തോന്നുന്നു 275 അങ്ങനെ എന്തോ വിലയുള്ളൂ. ഒരു ചെരുപ്പ് വാങ്ങി. ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തിട്ട് ചെരുപ്പാട്ടത്. അതിട്ടപ്പോൾ തന്നെ ഇത് പിന്നെ വേറെ ലെതറിൻ്റെ ഒക്കെ മോഡൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വിലയാട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് അത് കൂട്ടിട്ടുകൊണ്ട് പോയാലും വേഗം കേടാവും ചെയ്യും. എന്നിട്ട് തന്നെ ഈ ചെരുപ്പ് ഇന്നലെ വാങ്ങി, പിറന്നാളിൻ്റെ അന്ന് രാത്രി വാങ്ങി, ഇന്നലെ സ്കൂളിൽ വിട്ട് വന്നപ്പം കാലിൻ്റെ മുൻവശത്തിൻ്റെ സൈഡ് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചത് നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചെരുപ്പാണ് ഞാൻ ഉണ്ടാക്കി തന്നെ. അപ്പോൾ അവർ ഫുട്ബോൾ കളിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മറ്റേ ചെരുപ്പ് വളച്ചൊക്കെ കാണിച്ചു. ഇത് കണ്ടില്ല, ഇത്രയും വളച്ചിട്ട് ഇത് പൊട്ടിയിട്ടില്ല. ഇത് അങ്ങനെ വളഞ്ഞാലും തട്ടിയാലും ഒന്നും പൊട്ടാത്ത ചെരുപ്പാണ്. എന്നിട്ട് നീ പിന്നെ ഇത് എങ്ങനെ പൊട്ടിയെന്നൊക്കെ ഞാൻ അവനോട് ചോദിച്ചു വിട്ടു ഇന്നലെ. അപ്പോൾ ഒരു കള്ളച്ചിരി ചിരിക്കും ചെയ്യാം. ചിരി കാണുമ്പോൾ എനിക്ക് ഒന്നുകൂടെ ദേഷ്യം വരും കേട്ടോ. ഞാൻ കുറേ എന്നാലും എൻ്റെ ആദ്യക്കൂട്ടം അങ്ങനെ വാങ്ങി തന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എവിടെ ആർക്ക് എന്ത് അങ്ങനെ ഏതായാലും വേണ്ടില്ല. എനിക്കൊരു മനസ്സിനൊരു സമാധാനമായി. എന്തായാലും ഒരു കേക്കും വാങ്ങി, ഞങ്ങളൊരു ചെരുപ്പും വാങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം വേഗം എന്താ ഇപ്പോൾ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സവോള എടുത്ത് നന്നാക്കി കേട്ടോ. എന്നാൽ ഉള്ളി വാട്ടാന്ന് കരുതിയിട്ട് അപ്പോഴാണ് ഉണക്കമീൻ്റെ ഓർമ്മ വന്നത്. പിന്നെ വേഗം ഉള്ളി അവിടെ വെച്ചിട്ട് വേഗം ഉണക്കമീൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ഉള്ളി അവിടെ പാത്രത്തിലിരിക്കുന്നു. ഉണക്കമീൻ എടുത്തിട്ട് പൊരിക്കാനിട്ടോ. ഞാൻ ഉണക്കമീൻ്റെ തലയും കളയാറില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് അതൊക്കെ ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് ഉണക്കമീൻ്റെ തലയും കൂടി വറക്കും കേട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്നും ഉണക്കമീൻ്റെ തലേന്ന് എടുക്കലുണ്ടാവില്ല. നമ്മളങ്ങനെ ഉണക്കമീൻ സ്ഥിരമായിട്ട് കഴിക്കാറുമില്ല. ഇടയ്ക്കും തലയ്ക്കൊക്കെ ഒന്ന് വാങ്ങി പൊരിച്ച്. അപ്പോൾ മോനസിന് ഭയങ്കര ഇഷ്ടമാട്ടോ ഉണക്കൽ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തല എടുത്താലും കാണുമ്പോൾ ഇഷ്ടക്കേടേ ഉള്ളൂ. ഇവിടെ നമുക്ക് തിന്നാൻ തുടങ്ങിയാലും ഇഷ്ടക്കേടും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മ കൊണ്ടുവന്ന സാമ്പാറും ഉണക്കമീനൊക്കെ കൂട്ടിയാണ് അന്നത്തെ ചോറ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് വേഗം കേക്ക് മുറിക്കാൻ പോയി കേട്ടോ. അപ്പൊ തിരിഞ്ഞില്ല. ആരെ ബർത്ത്ഡേയാ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ആദികുട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു. കൊടു പാട് കൊടു. ഞാൻ ആദികുട്ടനെ കൊടുത്തു കൂടു നോക്കിയിട്ട് അങ്ങനെ കുട്ടിക്ക് തരട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ആ കൈ കൊണ്ടാണ് എല്ലാവർക്കും കൊടുക്കല്. ഇതൊക്കെ വീഡിയോയിൽ എല്ലാരും കാണൂലേ? അല്ല, കൈ തിരിഞ്ഞിരിക്കുള്ളൂ വീഡിയോയില്. ബർത്ത്ഡേ കൈകൊണ്ട് കൊടുക്കണ്ടേ? എന്താടാ ആദ്യക്കുട്ടിയുടെ മോനിച്ചിന് കൊടുക്കൂലേ? ഓക്കെ, അങ്ങനെ കുറച്ച് ഇടത്തെ കൈ കൊണ്ടല്ല ആദ്യക്കുട്ട, വലത്തെ കൈ കൊണ്ട്. മറിച്ചിട്. എൻ്റെ കയ്യിൽ നട്ടുകൊണ്ടിരിക്കും. ഒരു കഷ്ണം ഞാൻ തിന്നിട്ടെ. എനിക്ക് ഒരുപാട് ക്രീമുള്ള കഷ്ണമായിട്ട്
അത് കൂടുതലും വേണ്ടാത്തതാണ്. അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞു കേട്ടോ. കേക്ക് മുറി കഴിഞ്ഞപ്പോൾ സമാധാനമായി. എന്താണെങ്കിലും അവന് മനസ്സിന് ഒരു ഇത്തിരിയെങ്കിലുമൊക്കെ സന്തോഷമാവുമല്ലോ. കേക്ക് മുറിച്ച് ഞങ്ങൾ ചോറിനാനിരുന്നു. ഞാൻ കഴിക്കാൻ തുടങ്ങിയില്ല. കുടുവിന് ഒത്തിരിയും കൂടെ പൊടിയിരിക്കഞ്ഞിയൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറായിട്ട് അവനൊന്ന് ഉഷാറായി. മേലൊക്കെ കഴുകിയപ്പോൾ തല പൊന്തി ഒന്ന് എഴുന്നേറ്റൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കലൊക്കെ തുടങ്ങി. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറിയാക്കലായിരുന്നു. വെറിയാക്കാതെ ഇരുന്നു കേട്ടോ. കേക്ക് പിന്നെ അധികം കൊടുത്തില്ല. പനിക്കുന്ന സമയമായതുകൊണ്ട് ഒരു കുഞ്ഞു കഷ്ണമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികം ക്രീമില്ലാതെ ഒരു കഷ്ണം കൊടുത്തിട്ടുള്ളൂ. പിന്നെ നല്ലപോലെ പൊടിയരി കഞ്ഞിയൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും ഒരു 10, 11, 12 മണിയായപ്പോൾ ഒരു മരുന്നും കൂടെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അവനെ ഉറക്കിയത്. അങ്ങനെ വെച്ച കഞ്ഞി തീർന്നുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. രാത്രിയിൽ ഇനി ഉറക്കത്തിൽ വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലാസ്കിൽ ചൂടുവെള്ളം ആക്കി വെച്ച് ചൂടുവെള്ളമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. തണുത്ത വെള്ളം കൊടുത്തില്ല. അതായത് തിളപ്പിച്ച് ആറിയ വെള്ളം പോലും കൊടുത്തില്ല. ചെറിയ ചൂടോടെ ഇങ്ങനെ കുടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വെള്ളം ആക്കി വെച്ച് ലേശം പൊടിയരിയും കൂടി ഇട്ട് കഞ്ഞി വെച്ച് വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ കഞ്ഞി വെച്ച് ലൂസാക്കിയിട്ടൊരു കഞ്ഞി ആക്കി വെച്ച് കഴിഞ്ഞാൽ വിശക്കുവാണെങ്കിൽ രാത്രി എഴുന്നേറ്റിട്ട് പിന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നല്ല പൊടി അരിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങ് വെള്ളം പോലെ കുടിച്ചാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ അതൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മളങ്ങോട്ട് ഉറങ്ങിയത് കേട്ടോ. ഉറങ്ങിയില്ല. കിടക്കാൻ പോണതിന് മുമ്പ് ലാസ്റ്റത്തെ പണിയായിരുന്നു. മൊത്തം അടുക്കള അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള പണിയായിരുന്നു പൊടിയരിക്കഞ്ഞി വീണ്ടും വെക്കൽ. ഞാൻ എന്തുകൊണ്ടായിരുന്നു ചുരിദാർ മാറ്റാതിരുന്നതെന്ന് വെച്ചാലേ കേക്കൊക്കെ വാങ്ങി വന്ന് കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ടോമിച്ചേട്ടൻ്റെ അടുത്ത് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നേ, വിറകെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ ഒത്തിരി വൈകിപ്പോയി. പിന്നെ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് നിന്നതുകൊണ്ടാണ് ചുരിദാർ മാറ്റാതെ അങ്ങനെ തന്നെ നിന്നത്. അപ്പോൾ പിന്നെ ചോറിനുള്ള നോക്കണം, മീൻ വറുക്കലായി, പിന്നെ അത് കഴിഞ്ഞ് കേക്ക് മുറിക്കലായി, ചോറുണ്ണലായി, വീണ്ടും അത് കഴിഞ്ഞ് നമ്മളെ കഴുകലും വറുക്കലും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അലക്കി വെച്ച തുണി വിരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അലക്കി ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് വിരിച്ചിടാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മക്കളോട് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാൻ പറഞ്ഞു പുസ്തകമൊക്കെ വെച്ച് കുറച്ച് നേരം ഇരുന്നെങ്കിലും അവർക്ക് അപ്പോഴത്തേക്കും ക്ഷീണമായിട്ടുണ്ട് കേട്ടോ. മോനൂസ് അപ്പോൾ പറയണ്ട അമ്മ പുറം വേദന എടുക്കുന്നുണ്ടെന്നേ. ഇപ്പോൾ ഒരുപാട് പണികളൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണ് പുറത്തു കൂടെയൊക്കെ വേദന. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന അങ്ങനെയെങ്കിൽ കിടക്കട്ടെ എന്ന്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യകൂട്ടന് എല്ലാവരും പിന്നെ പുസ്തകമൊന്നും വായിച്ചില്ല. വെറുതെ ഒരു പേര് ഞാൻ പറഞ്ഞതുകൊണ്ട് എടുത്ത് അവിടെയൊക്കെ വെച്ചു നോക്കിയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് അടുക്കള വാതിലെല്ലാം അടച്ച് ഈ വാതിലൊക്കെ ഇതൊക്കെ ടോമിച്ചേട്ടനാണ് കേട്ടോ. നമുക്ക് വാതിലും ജനലൊക്കെ ടോമിച്ചേട്ടൻ തന്നെയാണ്. അവിടെ മറന്നു പോകാൻ പറ്റാത്ത ഒരാളും കൂടി ഉണ്ട്, ഒരു ഇക്കയുണ്ട് കേട്ടോ, നമ്മളെ ദർബഷിക്ക. മറക്കാൻ പറ്റില്ല ഇക്കേനെ. നമ്മളെ ഫ്രണ്ടിൽ ജനലുണ്ടല്ലോ, വാതിലിനോട് ചേർന്നിട്ടുള്ള ഫ്രണ്ടിൽ ജനൽ, അത് ദർബഷിക്കേൻ്റെ ഒരു ഗിഫ്റ്റായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അതൊരു സഹായം കൂടിയായിരുന്നു എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഫ്രണ്ടിലെ വാതിൽ പിന്നെ ചേച്ചി ടോമിച്ചേട്ടനും ടോമിച്ചേട്ടൻ്റെ ഭാഗമായിട്ട് നമുക്ക് തന്നതായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലം അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇതാ നമ്മൾ തുണി വിരിച്ചിടാൻ വേണ്ടി പോവാണേ. ആ ബക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ പുറത്ത് മുറ്റത്ത് വെച്ച് അലക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റാട്ടോ. അതിൻ്റെ ഉള്ളിൽ നല്ല വെള്ള കളറാണ്, പക്ഷേ പുറത്ത് നമ്മളിങ്ങനെ മഴയത്തൊക്കെ വെച്ചിട്ട് ചളി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണി അതിനകത്ത് അപ്പം സമയത്ത് അലക്കി അതിനകത്ത് ഇട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ മുകളിലേക്ക് പോന്നു. അങ്ങനെ നമ്മൾ തുണികളെല്ലാം എന്ത് ചെയ്തു, നമ്മളെ മുകളിൽ കെട്ടി ഷീറ്റിനകത്ത് വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അവിടെ കെട്ടിയിരിക്കുന്ന ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേപ്പുകാർ വന്നപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഷീറ്റാണ്. അവരത് കൊണ്ടുപോകാൻ മറന്നു പോയതാണ്. നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്, ഇത്രയും വലിയ ഷീറ്റ് നമ്മളടുത്ത് ഇല്ലല്ലോ എന്നൊക്കെ നമുക്കറിയാം. ആരുതാ എന്താണെന്ന് അറിയൂല, നമ്മളെ വീടിൻ്റെ മുകളിലെ സാധനം ഉള്ളതും. അങ്ങനെ നമ്മൾ ഷീറ്റ് എടുത്ത് കെട്ടിയതാണ്. അത് ഇനിയിപ്പോൾ അവരെപ്പോൾ വന്നാലും അഴിച്ചുകൊണ്ട് പോകേണ്ടി വരും, അവർ കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒരു ഷീറ്റ് കെട്ടേണ്ടി വരും. പിന്നെ കിങ്ങിണിക്ക് എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ പുറകിൽ ബാക്കിൽ ഇങ്ങനെ ചാക്കിൽ മണ്ണിട്ട് കൊടുത്താണ് മുറ്റത്തിട്ടോ. അപ്പോൾ അവൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ അതിനകത്തോട്ട് പോയി കാര്യമൊക്കെ സാധിച്ചിട്ടാണ് കിടക്കാൻ പോണത്. അങ്ങനെ അവളെ കാര്യത്തിന് വേണ്ടി വിട്ടു. ഇനി അവളെ കൂട്ടിക്കയറ്റി നമ്മൾ കിടക്കും. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയങ്ങളോട് എല്ലാവരോടും പറയുന്നു, നാളെ രാവിലെ നമ്മൾ അടുപ്പിൽ കത്തിക്കാനുള്ള ഒരുക്കമാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു.